ഹായ് ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് കുട്ടി ഫാൻസ് വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാരും ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാരും ഹായ് പറയേ. നമ്മുടെ വീട്ടിലേക്ക് ഒരു വന്നതാണ്. എന്തായാലും എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്നാ പറഞ്ഞു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഫാൻസ് ഉള്ളതിലേ വന്നേ. നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാൻ പറയുമ്പോ ഒരു ഭയങ്കര ഫാൻസ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എല്ലാം അല്ലേ. ഇവിടെ സപ്പോർട്ടിലാണ് നമ്മളില്ല അല്ലേ മമ്മ? ഇല്ലാതെ നമുക്കില്ല. എന്തായാലും വീഡിയോസ് ഒക്കെ ഇനിയും കാണണം. ഇനി അടിപൊളി വീഡിയോസ് ഇനി ഇടും. ഓക്കെ, എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമായി കാഴ്ച ഇവരെല്ലാരെയും കണ്ടതില് അല്ലേ മമ്മേ? മോളെ എന്നിട്ട് വിളിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല ഇത് ആരാ എന്താന്ന്. പിന്നെയാണ് ഞാനാണ് ഇവിടെ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇവരെ ഓടി വന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു. പേര് ശരിക്കും അവൻ തെമ്മാടിയാ. തെമ്മാടിയോ? തെമ്മാടിത്തര പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടാ? ഇഷ്ടമാണോ? എല്ലാവരും പേരൊന്നും അറിയോ? സൈഗ കൃഷ്ണ. എന്റെ പേര് ദേവമിത്ര. ദേവമിത്ര. പിന്നെ പാർവണ. ദേവദർശ്. പിന്നെ ബദ്രിനാഥ്. എല്ലാവരും അടിപൊളി പേരുകളാ. നല്ല പേരാ അല്ലെ? ഇപ്പൊ എല്ലാ പിള്ളേരും നല്ല പേരുകള്. ന്യൂജൻ പേര് നല്ല ദൈവികമായ പേരുകൾ. അതല്ലേ, ദൈവികമായ നല്ല ഡിവോഷണൽ ടച്ച്. പൂച്ചക്കുഞ്ഞ് ഇഷ്ടം. കൊതുക്. കൊതുകുണ്ട്. എന്തൊരു കൊതുക്. ചായ കിട്ടാ ഞാൻ ചായ കുടിച്ചിട്ട് പോവാ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്റെ ദൈവം എനിക്ക് വയ്യ. അടിപൊളി വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് വയ്യ. താങ്ക് യു താങ്ക് യു താങ്ക് യു. അതെ അതെ അതെ. അമ്മ വീഡിയോ കണ്ട് കാണിച്ചുതരാം. ഈ ചേച്ചിമാര് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. ഭയങ്കര കൊതുകാ. വൈകുന്നേരമായി കഴിയുമ്പോ മഴ പെയ്തിട്ടായിരിക്കുന്നേ. ഭയങ്കര കൊതുകല്ലേ? നമ്മളവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി പോകണം മക്കളെ. എല്ലാവരും അവിടെ തന്നെ നോക്കണം. മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അവിടെ ഇരുന്നു. എന്നാ അങ്ങോട്ട് വെച്ചു കൊടുക്കടാ. അങ്ങോട്ട് ഇരിക്കണോ? അങ്ങോട്ട് വെച്ചു കൊടുത്തു. പിള്ളേർക്ക് അങ്ങ് വെച്ചു കൊടുത്തേ. അത് വെച്ചു കൊടുക്ക അവർക്ക്. അവർ കഴിക്കട്ടെ. അത് ഇല്ല മറിഞ്ഞില്ല. പോയിരുന്നോടാ. എല്ലാരും ഇരുന്നോ? അറിയില്ല. എന്റെ ദൈവന്മാരൊന്നും വരുമെന്ന് അറിയത്തില്ലായിരുന്നു. ചൂടുണ്ട്. എന്താ കുഞ്ഞിന് നല്ല ചൂടുണ്ട്. എല്ലാരും നോക്കി കുടിക്കണേ. ചൂടുണ്ടോ? ചൂടുണ്ടേ. അതെ, കുഞ്ഞു പിള്ളേരും ഇപ്പൊ കുടിക്കില്ലട്ടോ. നല്ല ചൂടാ. ദൈവമേ മതി. അറിയില്ല. ചിപ്സ് കഴിച്ചോ? ചിപ്സ് കഴിച്ചോ? കഴിച്ചോടാ. ഇവർക്കും കൊടുക്കടാ. അതന്നെ. ശരി, ബിസ്ക്കറ്റ് പോലും മേടിച്ചില്ലല്ലോ. നമ്മുടെ കുഞ്ഞുകുട്ടന്മാരൊക്കെ എല്ലാവരും ചായ കുടിക്കാണ്. നമുക്ക് ചിപ്സ് മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ കുഴപ്പമില്ല. ഇത് ഒരുത്തന് ഇവരുടെ കൂടെ തന്നെ കേട്ടോ. ഞങ്ങളുടെ അടുത്ത് പോലും വരാത്ത ആളത്. നിങ്ങളെ ഭയങ്കര ഇഷ്ടായി. ഭയങ്കര ഇഷ്ടായി. ചായ കുടിക്കാണ്.
ഫാൻസ് കാണാൻ വന്നാണ്. അതെ, ഫാൻസ് കാണാൻ വന്നതാണ്. എന്തിനുണ്ട് പറയാൻ ഇപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താ പറയാ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറച്ച് പിള്ളേര് ഇത്രയും നാളായിട്ട് നമ്മള് വീഡിയോ ഒക്കെ ഇത്രയും നാൾ ഇടാൻ തുടങ്ങിയിട്ടു അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ഇത്രയും നാൾ എല്ലാവർക്കും അറിഞ്ഞിട്ടും നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ തേടി കണ്ടുപിടിച്ച് വരുന്നത്. അതെ, അപ്പൊ എന്നാലും അവര് പഠിക്കുന്നതൊക്കെ എവിടെയാണെങ്കിലും സ്വന്തം നാട് അവിടെ അമ്മയുടെ നാട്ടിലേക്ക് വന്നതാ അവര്. അമ്മ വീട്ടിൽ വന്നതാണ്. വീട്ടില് എന്തായാലും നമ്മുടെ നാട്ടുകാർ തന്നെയാണല്ലോ. അപ്പൊ അതില് അതെ സന്തോഷമല്ല. എന്നും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാറുണ്ട് ഗൈസ്, നിങ്ങൾക്കറിയോ? നമ്മളെ എന്നും കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പാഞ്ചാതം വീണ് ഉണങ്ങിയതൊക്കെ കളയുവാണ്. എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്ന്. അതെ, എല്ലാ വീഡിയോയും കാണണമെന്നാണ് പറഞ്ഞേ. അതെ, അങ്ങനെയാണ് ഒരു നാട് കാണുന്നെന്ന് പറഞ്ഞേ അമ്മേ. ആണോ? നമ്മുടെ വീഡിയോയുടെ നാട് കാണുന്നെന്ന് പറഞ്ഞത്. അതെയോ? അപ്പൊ എല്ലാരും ഇതേ മോശമായിട്ട് ചായ കുടിച്ചു. സന്തോഷമായി. ഞങ്ങൾക്ക് സന്തോഷം. വേറെ വീട്ടിലാരും വരുമ്പോ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ അതൊരു ഭയങ്കര വിഷമാ. ബിസ്ക്കറ്റ് മുട്ടായി ഒന്നും കൃത്യം തീർന്ന അല്ലെങ്കിൽ ഞങ്ങളുള്ളതുകൊണ്ട് അത് അറ്റാക്ക് ചെയ്യാനുള്ള വീടാണ്. ആരും മറക്കരുത്. അതെ അതെ അതെ. അങ്ങനെ ഒരു ചായ കുടിച്ചാണ് അല്ലേ മേ? നമ്മുടെ വാവാറ്റ് പിന്നെ നല്ല ഉറക്കത്തിലാണ്. വാവാറ്റ് എഴുന്നേക്കുമ്പോ എന്തായാലും ഞെട്ടിപ്പോകും. എന്തായാലും ഉറപ്പാ അല്ലേ? വാവാറ്റിന് കുറവുണ്ടായിരുന്നു. വാവാറ്റ് എഴുന്നേക്കുമ്പോ എന്തായാലും നല്ല ഞെട്ടുന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ഗൈസ്. നേരം പോയി. ചെവിയിലൊക്കെ കറങ്ങി പൊക്കോട്ടോ. അത് അതും കൂടി കൊടുക്കുന്നത് നമ്മള് ക്ലീൻ ചെയ്തിട്ട് വേണം പോവാൻ. ഇനി വരുമ്പോ ഇതില് നമുക്ക് അടിപൊളിയാക്കണം കേട്ടോ. ഇതില് സൂപ്പർ കൂളാക്കണം നമുക്ക്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. എല്ലാരും അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പട്ടാളങ്ങൾ എല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമായി ഇവരെയൊക്കെ കണ്ടുമുട്ടിയതില്. അപ്പൊ ഇത് എല്ലാരും തിരിച്ച് വീട്ടിൽ പോവാണ് അല്ലേ? എല്ലാരോടും പറഞ്ഞോ. ഇപ്പൊ ഒരു പോവാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്ക് ഇതിന് അടിപൊളിയാക്കണം. ഓക്കെ, സൂപ്പർ. ഗായ്സ് അവർ പോവുകയാണ്. എന്തോ ഒരു വിഷമം. ടാറ്റാ, ഇനിയും കാണാട്ടോ. വാ നമുക്ക് എന്തായാലും ഞങ്ങൾ മോള് വരെ വരാം. അവരെങ്ങനെ ഗായ്സ് വേറെ വൈബല്ല. ആ വരാം വരാം, ആയിക്കോട്ടെ. ആ ശരി. എന്തായാലും പിള്ളേര് വന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത്. ഇന്നലെയൊക്കെ ഒരു മുകളിൽ വന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഡയാന ചേച്ചിയുടെ. നമ്മളെടുത്ത് ഇത് ആരാണ് അല്ലേ? 3-4 ദിവസം കുറച്ച് പിള്ളേരൊന്നും ഇവിടെ കപ്പലാമ്പഴം ചുണ്ടിയൊക്കെ പെറുക്കിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് ആ പിള്ളേരായിരിക്കും ഓർത്തു കേട്ടോ. ഇങ്ങോട്ട് വരാനൊക്കെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, പക്ഷെ അവർ ഇറങ്ങിയില്ല. അപ്പൊ ഇന്ന് വന്നപ്പോ എന്തായാലും അവർ ഇങ്ങോട്ടേക്കായിട്ട് അതുപോലെ തന്നെ അവരെ വീട് അവിടെ അവരുടെ റിലേറ്റീവിന്റെ വീടുണ്ട്, അവരങ്ങോട്ട് പോയതാണ്. അപ്പൊ എന്തായാലും അവര് വന്നു കണ്ടു. എന്തായാലും ഭയങ്കര സന്തോഷം. ഞാൻ സത്യം ഡ്രസ്സ് കൊണ്ടുവരുന്നില്ല, ആദ്യം എടുത്തിട്ട്. അപ്പോഴാണ് അവർ ഓടി കൊണ്ടൊക്കെ എടുത്ത്. അപ്പൊ എന്തായാലും അവര് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും എന്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വീഡിയോയും കാണാറുണ്ടെന്ന് തന്നെ. അപ്പം അത് തന്നെ വലിയ സന്തോഷമാണ്. ഭയങ്കര സന്തോഷമായി, മനസ്സിന് ഭയങ്കര കൊണ്ടു. പക്ഷെ വാവാറ്റ കിടന്നുറങ്ങുന്നുണ്ടോന്ന് അറിയാൻ പറ്റും. എന്തായാലും ഒരുപാട് സന്തോഷം ഗൈസേ. എന്താ പറയണെന്നറിയില്ല. എന്തായാലും അവർ ഈ വീഡിയോ കാണുന്ന എനിക്കറിയാം. എന്തായാലും വാവമാർക്ക് ചക്കരും ഉമ്മ. ഞങ്ങളുടെ പിള്ളേര് ഇത് രാവിലെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. പോവാ അതല്ലേ രാവിലെ തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇല്ലേ? ചായ കുടിച്ചോ? കുടിച്ച് ഗായ്സ് നമുക്ക് മാങ്ങയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് രാവിലെ. വീട്ടിലേക്ക് അവരുടെ അമ്മയൊക്കെ മോള് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ. വരണേ ഇങ്ങോട്ട്, എന്തായാലും വരണം കേട്ടോ. ചേച്ചാ ചേച്ചാ എടുത്തിട്ടുണ്ട് രാവിലെ. വരണേ നീ വരണട്ടോ ചേച്ചാ. അയ്യോ എനിക്ക് വയ്യ. ചേച്ചാ
ദൈവമേ, അടിപൊളി. എന്റെ ദൈവം, എനിക്ക് വയ്യ. എന്റെ കായ്സപ്പ് ഇന്നലെ വന്ന കുട്ടന്മാരിന്ന് രാവിലെ വന്നിട്ട് നമുക്കിത് നല്ല മൂത്ത നല്ല ഇതെന്ത് മാങ്ങ അമ്മ ഇതെന്ത് ടൈപ്പ് മാങ്ങ കാഴ്ച നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. പാവം ഇപ്പൊ പഴുക്കുന്ന സമയം ചെറുതായിട്ട് ചുണ്ടുണ്ടത്. പഴുക്കുന്ന സമയത്ത് മാമ്പഴം കൊണ്ട് തന്നേനെ. പഴുപ്പിക്കാനല്ലേ മൂത്തതാ, നല്ല പോസ്റ്റാണ്. നമ്മുടെ സ്വന്തം ആരൊക്കെയോ വന്നിട്ടില്ലേ. എനിക്ക് സത്യം അങ്ങനെ എനിക്ക് ഫീൽ ആയത്. എനിക്ക് ഭയങ്കര വിഷമമായി. എന്താന്നറിയത്തില്ല, എന്തോ ഒരു വിഷമം. കാരണം നമ്മുടെ സ്വന്തം ആരൊക്കെയോ വന്നിട്ട് നമുക്ക് എന്തൊക്കെയോ തന്നിട്ട് പോയ പോലെയൊക്കെ. ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വന്നിട്ട് സത്യം എന്താ പറയണെന്നല്ല, ഭയങ്കരമായിട്ട് സന്തോഷവും വിഷമവും ഒക്കെ കൂടി എനിക്ക് വരുവാ. കണ്ണു നിറഞ്ഞു പോകും ചില മൊമെന്റ്സ് അല്ലേ. സത്യം അത് പറയാതെ ഇന്നലെ അവരെ കാണാൻ പറ്റിയില്ല, ഇന്ന് അവരെ കാണാൻ പറ്റിയില്ല. ഒന്നും കണ്ടില്ല. അവര് കഴിഞ്ഞപ്പോഴേക്കും അവര് പോയി കഴിഞ്ഞപ്പോഴാണ് വന്നത്. സാരല്ല, അടുത്ത പ്രാവശ്യം കണ്ടോളാം. അടുത്ത ഇയർ അവര് വരുമെന്നാ പറഞ്ഞത്. എന്തായാലും സന്തോഷമുണ്ട്. ഇവര് ഈ എന്താ പറയാ, ഒരിക്കലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇത് രാവിലെ ഇതാ 8:30 കഴിഞ്ഞിട്ടുള്ളൂ സമയം. അവര് പോകുന്ന വഴിക്ക് ഇതേത് കൊണ്ട് തന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് പുതിയൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. എന്താ പറയണെന്നല്ല, എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും അവരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എന്താ അല്ലേ സത്യം. അതായത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും സ്നേഹമുണ്ടല്ലോ നമ്മൾ. അതെ, നമ്മളോട് അതാണ് നമ്മളൊന്നും കൊടുത്തിട്ടൊന്നുമല്ല, അവരുടെ മനസ്സുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് മോസ്റ്റ് അല്ലേ. അതേപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അല്ലേ. എന്തായാലും നിങ്ങളുടെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്, വേറെ ഒന്നുമല്ല നമുക്ക് വേണ്ടത്. വന്നിട്ട് പോയപ്പോ എന്താ പറയാ സ്നേഹത്തിന്റെ അത്ര നമുക്ക് വില കൊടുക്കാൻ നമുക്കൊന്നും ഇല്ല അല്ലേ. നമുക്കൊന്നും ഇല്ല അതിന് അപ്പുറത്തേക്കുള്ളത്. പിന്നെ ഇഷ്ടം കൂടുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയൊക്കെ സ്നേഹത്തിന് നമുക്ക് തരും അല്ലേ. നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു വിഷമാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ വീട്ടിൽ വരുന്നവർക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അല്ലേ, അതൊരു വലിയ വിഷമം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ സ്നേഹം കാരണം നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു. അങ്ങനെ എടുത്ത് എന്തായാലും അവർക്ക് വരുന്ന പോലെ അവര് മോസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് സന്തോഷം അല്ലേ. ഒരിക്കലും ഇത് മറക്കാൻ പറ്റാത്തൊരു അതന്നെ, എന്നും ഓർക്കും. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്താ പറയണെന്നല്ലേ, അവർ അടുത്ത പ്രാവശ്യം എന്തായാലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതന്നെ, ഒരുപാട് താങ്ക് യു. പിന്നെ അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അതിനാണ് നമുക്ക് ഏറ്റവും ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. രാവിലെ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി എല്ലാം കുട്ടികളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നപ്പോ ഭയങ്കര സന്തോഷമായി. ഒരു കുട്ടിപ്പെട്ടാളല്ലേ. അതെ, ഭയങ്കര സന്തോഷമായി. എന്തായാലും എന്താ പറയണ്ടെന്ന് അറിയത്തില്ല.